പരീക്ഷാ ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ആകെ അങ്കലാപ്പിലായോ? എല്ലാം മറന്നുപോയതുപോലെ തോന്നിയോ? പേടിക്കണ്ട, നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ പറ്റിക്കുകയാണ്. കൊഗ്നിറ്റീവ് ഓവർലോഡ് തിയറി എന്നാണ് പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ജോൺ സെല്ലർ ഇതിനെ വിളിക്കുന്നത്. ഇതിന് പരിഹാരമുണ്ട്. പരീക്ഷാ ഹാളിൽ വെച്ച് 3 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രാക്ടിക്കൽ ടിപ്പ് പറഞ്ഞു തരാം. ഞാൻ സുരേഷ് കുമാർ പി കെ. 30-ലധികം വർഷമായി അധ്യാപകൻ, പരിശീലകൻ, മനഃശാസ്ത്ര കൗൺസിലർ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ന്യൂഡൽഹി ആസ്ഥാനമായ സ്കൈ ബുക്സിൻ്റെ നാഷണൽ ട്രെയിനറും പ്രോഡക്റ്റ് മാനേജരുമാണ്. ജോൺ സെല്ലർ പറയുന്നു, ബോട്ടിൽ നെക്ക് തിയറി എന്നൊരവസ്ഥയുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ വർക്കിംഗ് മെമ്മറിയിൽ വളരെ ചെറുതാണ്. അവിടെ കൂടി വന്നാൽ 7 കാര്യങ്ങളെ ഒരേ സമയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയതുപോലെ തോന്നിയത്. എന്താണ് പരിഹാരം? അദ്ദേഹം തന്നെ പറയുന്നു, എക്സ്റ്റേണൽ സ്കഫോൾഡിംഗ് എന്ന ഒരു പ്രാക്ടിക്കൽ ടിപ്പ്. ഇത്രയേ വേണ്ടൂ. ഇൻവിജിലേറ്റർ യു മേ സ്റ്റാർട്ട് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നേരെ ചോദ്യപേപ്പർ നോക്കി ഉത്തരം എഴുതി തുടങ്ങണ്ട. പകരം ആൻസർ ഷീറ്റിലെ വർക്കിംഗ് സ്പേസിലേക്ക് പോവുക, അല്ലെങ്കിൽ അവസാനത്തെ പേജിലേക്ക്. അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പലവട്ടം പഠിച്ചു വെച്ച കാര്യങ്ങൾ പകർത്തി എഴുതി വയ്ക്കുക. ഉദാഹരണത്തിന് വർഷങ്ങൾ, ആളുകളുടെയോ സ്ഥലങ്ങളുടെയോ പേര്, സൂത്രവാക്യങ്ങൾ, ഡെഫനിഷൻ്റെ ചുരുക്കരൂപം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സൂത്രവിദ്യ ഉപയോഗിച്ച് ലഘൂകരിച്ചെന്തെങ്കിലും പഠിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതും അവിടെ പകർത്തി വയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ വർക്കിംഗ് മെമ്മറി സ്വതന്ത്രവും വിശാലവും ആയിരിക്കുന്നു. ഇനി നേരെ ചോദ്യപേപ്പറിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയിക്കൊള്ളൂ. ഞാൻ ഉറപ്പു തരുന്നു, ഉത്തരം ഇപ്പോൾ പേനത്തുമ്പിലേക്ക് ഒഴുകി വരും. ബിലീവ് മീ, ഇറ്റ് വർക്ക്സ്.